ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ LiFe EdU അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. പനിയായതുകൊണ്ട് ചെറിയ രീതിയിൽ സൗണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, ഹൂ വാസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഉത്തരം ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസനെയാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കോപ്പറേറ്റീവ് തിയറി ആൻഡ് ലോസിലെ കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോപ്പറേഷൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. കോപ്പറേഷൻ എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോ ഓപ്പററിയിൽ നിന്നുമാണ്. കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ആൻഡ് ഓപ്പററി മീൻസ് ടു വർക്ക്. അതിനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ഹെൻസ് കോപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗെദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും കൂടെയുള്ള ഒരു വർക്കിങ്ങിനെയാണ് കോപ്പറേഷൻ എന്ന് അർത്ഥമാക്കുന്നത്. ദ പ്രിമിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ വാസ് റിലേറ്റഡ് മോർ ടു കൾച്ചറൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ആസ്പെക്ട്. ദ പ്രിമിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ റിലേറ്റ് ചെയ്യുന്നത് കൾച്ചറിനെയും റിലീജിയസിനെയും സോഷ്യൽ ആസ്പെക്ട്സിനെയുമാണ്. കോപ്പറേഷൻ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വേ ഓഫ് ലൈഫാണ്. മാത്രമല്ല പ്രിമിറ്റീവ് കോൺസെപ്റ്റിൽ നിന്നും ഇന്നത്തെ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ഡിഫറൻ്റ് ആണ്. ഇനി നമുക്ക് കോപ്പറേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു TN ഹജീല, ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ മെത്തേഡാണ് കോപ്പറേഷൻ. അക്കോർഡിംഗ് ടു ലെനിൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇതിലെ ഒന്നാമത്തെ ഫീച്ചർ ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. Second one, an enterprise of undertaking. Then voluntary association, service objective, democratic management, equity, norms of social justice, a part of socio-economic movement. It is based on proportionality or equity. It is a universal movement found in all countries in the world. ഇതൊക്കെയാണ് കോപ്പറേഷനിൽ വരുന്ന ഫീച്ചേഴ്സ്. അടുത്തത് നമ്മൾ നോക്കുന്നത് വാല്യൂസ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേറ്റീവ്സ് ആർ ടിപ്പിക്കലി ബേസ്ഡ് ഓൺ ദ കോപ്പറേറ്റീവ് വാല്യൂസ്. കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് വാല്യൂവിനെ ബേസ് ചെയ്തിരിക്കുന്നതിനെയാണ്. ഇതിൽ വരുന്ന കോപ്പറേറ്റീവ് വാല്യൂസാണ് സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് സോളിഡാരിറ്റി. ഇത് കൂടാതെ കോപ്പറേറ്റീവ്സിൽ വരുന്ന 7 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്. Second one, democratic member control. Third one, economic participation by members. Fourth one, autonomy and independence. Fifth one, education, training and information. Sixth one, cooperation among cooperatives. Seventh one, concerns for community. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 8 ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്. ഒന്നാമത്തെ elimination of middleman, raising economic status of the poor, removal of the ills of capitalism, raising moral standards of its members, increasing the prosperity of the whole community, abolition of social inequalities, political and religious neutrality. Last one, development of corporate life. ഇതൊക്കെയാണ് കോപ്പറേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് ബെനഫിറ്റ്സ് ഓഫ് കോപ്പറേഷനാണ്. ഒരു 3 ബെനഫിറ്റ്സ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇക്കണോമിക് ബെനഫിറ്റ്സ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനഫിറ്റ്സ്, ലാസ്റ്റ് വൺ എഡ്യൂക്കേഷണൽ ബെനഫിറ്റ്സ്. ഇതിൽ ഇക്കണോമിക് ബെനഫിറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, ഇൻസെൻറ്റീവ് ഇൻ ബിസിനസ് ബൈ ദാറ്റ് ഓഫ് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി. സെക്കൻഡ് വൺ, എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. തേർഡ് വൺ, a breakup of monopolistic tendencies. Fourth one, increase in purchasing power and real wages to individuals. Next one, reduction in cost of distribution system by elimination of unnecessary middlemen. Next one, the more accurate correlation of demand and supply. Next one, stabilization of employment. Next one, general improvement in employer-employee relationships. Last one, cheap marketing and processing of farm products at reasonable prices.
സെക്കൻഡ് വൺ ആണ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനഫിറ്റ്സ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ, ടു പ്രൊവൈഡ് എ യുണീക്ക് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി ആൻഡ് ടോളറേഷൻ. ദെൻ ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. നെക്സ്റ്റ് വൺ, to evolve an industrial relationship among all. Next one, to preserve strong friendly or family spirit and a sense of pride and power which is impersonal. Next one, to secure rational construction and unifying approaches to social and economic problems. Next one, to prevent underemployment and unemployment. Next one, to secure moral as well as physical satisfaction of pure quality, correct weight and fair dealings. Last one, to prevent exploitation of man by man. അടുത്തത് നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷണൽ ബെനഫിറ്റ്സ് ആണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന 2 പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The individuals learn by experience gained in practical work of cooperation. Second one, cooperation also sponsors education. There are many cooperative schools and colleges formed to provide affordable education and also employment to educated unemployed youths. ലാസ്റ്റത്തെ ഒരു ബെനഫിറ്റ് ആണ് എത്തിക്കൽ ബെനഫിറ്റ്സ്. എത്തിക്കൽ ബെനഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പോളിസി ഓഫ് ഹോണസ്റ്റി ഈസ് എ നെസസിറ്റി ഇൻ കോപ്പറേഷൻ. സെക്കൻഡ് വൺ, കോപ്പറേഷൻ റിട്ടേൺസ് മണി വാല്യൂ ഫോർ ഹോണസ്റ്റി ആൻഡ് ദെയർ വെർച്യൂസ്. തേർഡ് വൺ, ദ മോട്ടോ ഓഫ് കോപ്പറേഷൻ ഈസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇതൊന്ന് നോക്കണേ. കോപ്പറേഷൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആണ്. ലാസ്റ്റ് വൺ, കോപ്പറേഷൻ എയിംസ് അറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫൈൻ ഹ്യൂമൻ ബീയിങ്സ്. അടുത്തത് നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇതിലെ ആദ്യത്തെ, കോസസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ വാസ് ബോൺ ഔട്ട് of the distress and turmoil that prevailed in the last quarter of the 19th century. 19th സെഞ്ച്വറിയുടെ ഒരു ലാസ്റ്റ് ക്വാർട്ടറിലായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. The Industrial Revolution had given a death blow to village industries and driven people to agriculture, the only avenue of employment and livelihood. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ആ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറിനെ ആയിരുന്നു. അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ സോഴ്സ് ഓഫ് ലിവ്ലിഹുഡ് എന്ന് പറയുന്നത്. ദ കോൺസിക്വൻറ്റ് സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഹോൾഡിംഗ്സ് ഹാഡ് മെയ്ഡ് അഗ്രികൾച്ചർ ആൻഡ് അൺഇക്കണോമിക് പ്രൊപ്പോസിഷൻ. Other factors such as the rigidity of land revenue collection, uncertainty of rainfall, and consequently lesser crop production compelled the farmers to approach the money lenders. കൂടാതെ റിജിഡിറ്റിയും ലാൻഡ് റവന്യൂ കളക്ഷനും അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഓഫ് റെയിൻഫോളും അഗ്രികൾച്ചറിൽ കൂടുതൽ നഷ്ടങ്ങൾക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് മണി ലെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. മഴയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അഗ്രികൾച്ചറിൽ വേണ്ട രീതിയിലുള്ള ബെനഫിറ്റ്സ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ മണി ലെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. അടുത്തതാണ് ഇൻഫോർമൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഈവൻ ബിഫോർ ഫോർമൽ കോപ്പറേറ്റീവ് സ്ട്രക്ചേഴ്സ് came into being through the passing of law, the practice of the concept of cooperation and cooperative activities were prevalent in several parts of India. Some of them were named as Devaraj or Vanaraj, chit funds, kuris, bishis, fats. In the Madras Presidency were organized nidhis or mutual loan associations. In the Punjab, a society on cooperative lines was started in 1891 for controlling the common land of the village for the benefit of the Koshayers. All these efforts were purely voluntary and strictly non-official. അടുത്തത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് എറ. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് 1904 1911 ഇടയ്ക്കാണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇതിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ആക്ട് ഇൻ ഇന്ത്യ, The Indian Femini Commission 1901 induced the government to set up a committee under the presidency of Sir
എഡ്വേർഡ് ലോ ടു റിപ്പോർട്ട് ഓൺ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യയിൽ വേണമെന്ന ആശയം ഉന്നയിച്ച വർഷമായിരുന്നു 1901. ഇത് ആരുടെ അണ്ടറിലായിരുന്നു? എഡ്വേർഡ് ലോയുടെ അണ്ടറിലായിരുന്നു ഈ തീരുമാനം നടന്നത്. The committee reported favorably in 1903 and the first Cooperative Credit Societies Act was passed in 1904. ഈ കമ്മിറ്റി ഫേവറബിൾ ആയത് 1903-ലും അത് 1904 ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പാസ് ചെയ്തു. ഇനി നോക്കുന്നത് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. Any 10 persons living in the same village or town or belonging to the same class or tribe could form a cooperative credit society. സെയിം വില്ലേജിലോ സെയിം ടൗണിലോ ജീവിക്കുന്ന 10 വ്യക്തികൾക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോം ചെയ്യാൻ പറ്റും. Societies were classified as rural and urban depending if the majority of the total membership 80% was agricultural or non-agricultural. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ റൂറൽ എന്നും അർബൺ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ ബേസിലാണ്. Rural society was not permitted to distribute profits, but in the case of urban societies, profit could be distributed after carrying 25% of the net profit to have a reserve fund. റൂറൽ സൊസൈറ്റിക്ക് ഒരിക്കലും തന്നെ പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അർബൻ സൊസൈറ്റിക്ക് അവരുടെ റിസർവ് ഫണ്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 25% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ഈ ആക്ടിൻ്റെ ഡ്രോബാക്സ്. ഇതിൽ വരുന്ന ഒന്നാമത്തെയാണ് ദ ആക്ട് പ്രൊവൈഡഡ് നോ ലീഗൽ പ്രൊട്ടക്ഷൻ ടു നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അതായത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് വൺ, it also made no provisions for mobilizing urban savings for financing agricultural operations. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഫിനാൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അർബൻ സേവിങ്സ് മൊബിലൈസ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരുന്നില്ല. തേർഡ് വൺ, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഇൻ ടു അർബൻ ആൻഡ് റൂറൽ വാസ് ഫൗണ്ട് ടു ബി ആർബിട്രറി, അൺസയൻറ്റിഫിക് ആൻഡ് ഹൈലി ഇൻകൺവീനിയൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സൊസൈറ്റി 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അർബൻ സൊസൈറ്റി എന്നും റൂറൽ സൊസൈറ്റി എന്നും. പക്ഷേ ഈ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അർബൻ സൊസൈറ്റിയും റൂറൽ സൊസൈറ്റിയും ആർബിട്രറി ആണെന്നും അൺസയൻറ്റിഫിക് ആണെന്നും അതുപോലെ തന്നെ ഹൈലി ഇൻകൺവീനിയൻറ്റും ആണെന്നാണ് പറയുന്നത്. അടുത്തത്, മെനി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഓഫ് 1904 ബിക്കം എ ഹിൻഡ്രൻസ് ടു ദ ഫ്യൂച്ചർ സ്പ്രെഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. അടുത്തത്, മോഡിഫിക്കേഷൻ സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഇത് നടന്ന കാലഘട്ടം 1912-നും 1918-നും ഇടയ്ക്കാണ്. ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912. The defect of the 1904 Act were remedied when the Cooperative Societies Act 1912 was enacted. അതായത് 1904 എനാക്ട് ചെയ്തിട്ടുള്ള ആക്ടിൻ്റെ ഡിഫക്റ്റ് കാരണമാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. 1904 ആക്ടിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസും ഡ്രോബാക്സും ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി എനാക്ട് ചെയ്തിട്ടുള്ള ആക്ടാണ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എനി സൊസൈറ്റി, credit or otherwise, could be registered which has its objective the promotion of the economic interest of its members. A federal society like the central bank or union could be registered. No member could have more than 1/5 of the total share capital or hold share exceeding ₹1,000 in such a society. The societies were granted exemption from compulsory registration and from the payment of income tax and stamp duties. നമ്മളിപ്പോൾ നോക്കിയത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പ്രീ ഇൻഡിപെൻഡൻസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ഇതിൽ വരുന്ന ആദ്യത്തെ പോയിൻ്റാണ് പാർട്ട് ഓഫ് മിക്സഡ് ഇക്കണോമി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ നാഷൻ അഡോപ്റ്റഡ് ദ അപ്രോച്ച് ഓഫ് പ്ലാൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ മിക്സഡ് ഇക്കണോമി കൺസിസ്റ്റിംഗ് 3 സെക്ടേഴ്സ്, നെയിംലി പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. അതായത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ശേഷം ഇക്കണോമിയെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തു. ഇതിൽ വരുന്നതാണ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ്സ് were visualized to play the role of a balancing factor between public and private sectors. കോപ്പറേറ്റീവ് സെക്ടേഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും ബാലൻസ് ചെയ്യുക.
രണ്ടാമത്തെ പോയിന്റ്, പാർട്ട് ഓഫ് ദ 5-year plans. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കോപ്പറേറ്റീവ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് 5-year plans. ഇൻഡിപെൻഡൻസിന് ശേഷം കോപ്പറേറ്റീവ് 5-year പ്ലാൻസിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൺസിഡേർഡ് cooperatives as one of the 3 pillars of democracy, the other 2 being the panchayat and schools. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോപ്പറേറ്റീവ് ഡെമോക്രസിയുടെ 3 പില്ലേഴ്സിലെ ഒന്നാണെന്ന് പറഞ്ഞു. ഇതിൽ വരുന്ന മറ്റു പില്ലേഴ്സാണ് പഞ്ചായത്ത്, സ്കൂൾ. മൂന്നാമത്തെ പോയിന്റ്, നാഷണൽ പോളിസി ഓഫ് കോപ്പറേറ്റീവ്സ്. ഇൻ 1958 ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതായത് NDC, had recommended a national policy on cooperatives and also for training of personnel and setting up of cooperative marketing societies. The Government of India announced a national policy on cooperatives in 2002. നാലാമത്തെയാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് NCDC. എന്താണ് NCDC? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. വാസ് സെറ്റപ്പ് അണ്ടർ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആക്ട് 1962. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആക്ട് 1962 അണ്ടറിലാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അടുത്തത്, സക്സസ്ഫുൾ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ്സ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ്. അതിൽ വരുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, അമൂൽ ആൻഡ് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ്. ഇതൊക്കെയാണ് അഗ്രികൾച്ചറിലും അലൈഡ് സെക്ടേഴ്സിലും വരുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ്സ്. അടുത്തത്, ബാങ്കിങ് സെക്ടറിൽ വരുന്ന കോപ്പറേറ്റീവ്സ്. പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോപ്പറേറ്റീവ്, ഭാരത് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് സരസ്വത് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തത്, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ഇതിൽ വരുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് റോച്ച് ഡെയിൽ പ്രിൻസിപ്പിൾ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെയിം ഇൻ ടു ബീയിങ് ഇൻ 1716. ദിസ് വാസ് സെറ്റപ്പ് ബൈ വൂൾ, വിക്ക് ആൻഡ് ചാറ്റോൺ. ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത് 1760. ഇത് സെറ്റപ്പ് ചെയ്ത വ്യക്തിയാണ് വൂൾ, വിക്ക് ആൻഡ് ചാറ്റൺ. റോച്ച് ഡെയിൽ പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ, പാട്രോനേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. തേർഡ് വൺ, കാർവ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ബൈ ICA ഇൻ 1995. ICA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഒമ്പതാമത്തെ ചോദ്യം, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB ഈസ് അറ്റ്. ഉത്തരം, തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം, ടൗസ് അനാലിസിസ് ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ്. ഓപ്ഷൻ എ, പ്രൊജക്റ്റ് കൺട്രോൾ, ബി, പ്രൊജക്റ്റ് എക്സിക്യൂഷൻ, സി, പ്രൊജക്റ്റ് ഇനീഷിയേഷൻ, ഡി, പ്രൊജക്റ്റ് ക്ലോഷർ. ആൻസർ ബി ആണ്, പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. പ്രൊജക്റ്റ് എക്സിക്യൂഷനിലാണ് ടൗസ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. എന്താണ് ടൗസ് അനാലിസിസ് എന്ന് നോക്കാം. സോട്ട് അനാലിസിസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ടൗസ് അനാലിസിസ്. എന്താണ് സോട്ട് അനാലിസിസ്? സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് ഇതൊക്കെ അനലൈസ് ചെയ്യുകയാണ് സോട്ട് അനാലിസിസ്. ഇത് തന്നെയാണ് ടൗസ് അനാലിസിസും ചെയ്യുന്നത്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെഡും അനലൈസ് ചെയ്യുന്നു. കൂടാതെ ഓപ്പർച്യൂണിറ്റിയെ സ്ട്രെങ്ത്തുമായിട്ടും ത്രെഡ്സിനെ വീക്ക്നെസ്സുമായിട്ടും മാച്ചപ്പ് ചെയ്യുകയും ടൗസ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോട്ട് അനാലിസിസിൻ്റെ കോമ്പോണൻ്റ് തന്നെയാണ് ടൗസ് അനാലിസിസും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ സോട്ട് അനാലിസിസിൽ നിന്നും ടൗസ് അനാലിസിസിൻ്റെ അപ്രോച്ച് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. എന്താണ് പ്രൊജക്റ്റ് കൺട്രോൾ എന്ന് നോക്കാം. പ്രൊജക്റ്റിൻ്റെ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഡാറ്റയെ ഗ്യാദർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് പ്രൊജക്റ്റ് കൺട്രോളാണ്. ഇതെന്തിനാണ് ചെയ്യുന്നത്? പ്രൊജക്റ്റിൻ്റെ ട്രാക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രൊജക്റ്റ് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. The functions of project control include
initiating, planning, monitoring and controlling, communicating and closing out project cost and schedule. പ്രൊജക്റ്റ് കൺട്രോളിൻ്റെ ഫങ്ഷൻസ് ആണ് ഇനീഷ്യേറ്റിംഗ്, പ്ലാനിങ്, മോണിറ്ററിങ്, കൺട്രോളിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ഔട്ട് പ്രൊജക്റ്റ് കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ. പ്രൊജക്റ്റ് കൺട്രോൾസ് ആർ റിപ്പീറ്റബിൾ പ്രോസസ് ഫോർ മെഷറിംഗ് പ്രൊജക്റ്റ് സ്റ്റാറ്റസ്. പ്രൊജക്റ്റ് കൺട്രോൾ പ്രൊജക്റ്റിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും മെഷർ ചെയ്യുന്നതിനും പ്രൊജക്റ്റ് കൺട്രോൾ ഒരുപാട് യൂസ് ചെയ്യുന്നു. പ്രൊജക്റ്റ് കൺട്രോളിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അലൈനിങ് പ്രൊജക്റ്റ് വിത്ത് പോർട്ട്ഫോളിയോ ഓർ ഓർഗനൈസേഷൻ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്, ഡെവലപ്പിംഗ് എ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, കൊളാബറേറ്റിംഗ് ഓൺ ഇനീഷ്യൽ പ്രൊജക്റ്റ് ഷെഡ്യൂൾസ്, ഡെവലപ്പിംഗ് എ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ, പ്രൊജക്റ്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, മോണിറ്ററിംഗ് പ്രൊജക്റ്റ് കോസ്റ്റ്, ഫീഡ്ബാക്ക് ആൻഡ് റിപ്പോർട്ടിംഗ്, ഒപ്റ്റിമൈസിംഗ് പ്രൊജക്റ്റ് സ്ട്രാറ്റജീസ് ടു എനേബിൾ ബെറ്റർ ഔട്ട്കംസ് ഇൻ ദ ഫ്യൂച്ചർ. ഇതൊക്കെ പ്രൊജക്റ്റ് കൺട്രോളിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. അടുത്തതാണ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന തേർഡ് ഫേസ് ആണ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. കൂടാതെ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ എന്ന സ്റ്റെപ്പ് ആ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് വിറ്റൽ ആയിട്ടുള്ള ഒരു ഫേസസ് ആണ്. പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫേസും അതുപോലെ തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഫേസാണ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ. ഒരു പ്ലാനിനെ ആക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് പ്രൊജക്റ്റ് എക്സിക്യൂഷനിൽ ചെയ്യുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് എക്സിക്യൂട്ടിംഗ് ദ പ്രൊജക്റ്റ് സ്ട്രാറ്റജീസ്. അടുത്തതാണ് പ്രൊജക്റ്റ് ഇനീഷിയേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്റ്റാർട്ടിങ് എ ന്യൂ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് ഇനീഷിയേഷൻ. വിത്തിൻ ദ ഇനീഷിയേഷൻ ഫേസ്, the business problem or opportunity is identified, a solution is defined, a project is formed, and a project team is appointed to build and deliver the solution to the customer. ഈ ഇനീഷ്യൽ ഫേസിൽ ബിസിനസ് പ്രോബ്ലവും ഓപ്പർച്യൂണിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, സൊല്യൂഷൻ ഡിഫൈൻഡ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഒരു പ്രൊജക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രൊജക്റ്റ് ഇനീഷിയേഷനിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. അടുത്തതാണ് പ്രൊജക്റ്റ് ക്ലോഷർ. ദ പ്രൊജക്റ്റ് ക്ലോഷർ ഫേസ് ഒഫീഷ്യലി പുട്ട്സ് ആൻ എൻഡ് ടു ദ പ്രൊജക്റ്റ് ആൻഡ് പ്രൊവൈഡ്സ് എ കോൺക്രീറ്റ് പ്ലാൻ ഫോർ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഏതൊരു പ്രൊജക്റ്റിൻ്റെയും ലാസ്റ്റ് സ്റ്റെപ്പിനെയാണ് പ്രൊജക്റ്റ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ പ്രൊജക്റ്റ്. ഇറ്റ്സ് when the project manager verifies the client, stakeholder or customer has accepted the project deliverables. If the project or the product is ongoing after the project, the maintenance must be set up. പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രൊജക്റ്റ് ക്ലോഷർ. മാത്രമല്ല അടുത്ത സ്റ്റെപ്പിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റിയിലേക്കുള്ള ഒരു കോൺക്രീറ്റ് പ്ലാന് പ്രൊവൈഡ് ചെയ്യുകയും പ്രൊജക്റ്റ് ക്ലോഷർ ചെയ്യുന്നുണ്ട്. അടുത്തത് സ്റ്റെപ്സ് ടു ക്ലോസിംഗ് എ പ്രൊജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അറേഞ്ച് എ പോസ്റ്റ്മോർട്ടം, കംപ്ലീറ്റ് പേപ്പർ വർക്ക്, റിലീസ് റിസോഴ്സസ്, ആർച്ചീവ് ഡോക്യുമെൻറ്റ്സ്, സെലിബ്രേറ്റ് സക്സസ്. ഇതൊക്കെയാണ് ക്ലോസിംഗ് പ്രൊജക്റ്റിൽ വരുന്ന സ്റ്റെപ്സ്. ഈ വീഡിയോയിൽ 3 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ടെലഗ്രാം ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കാണാത്തവരെ കണ്ടു നോക്കണം. കൂടാതെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്